രത്നങ്ങളാലും മരതകങ്ങളാലും ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക ഉൽപ്പന്നം കൊണ്ട് തയ്യാറാക്കിയ കൊട്ടാരത്തിലെ രാജ്ഞിയാണ് മോളെ നിന്റെ ഉമ്മ. അവിടെയാണ് എൻ്റെ ഭാര്യ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. ആനുകാലികതയുടെ പുതിയ സ്വപ്നങ്ങളുടെ നടുവിൽ ജീവിതം ഹോമിക്കുന്ന എൻ്റെ പെങ്ങളെ, അപ്പുറത്തിരുന്നെന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി, ഹൃദയത്തിന്റെ ഭാഷയിലൊന്ന് ചോദിക്കട്ടെ, നിനക്ക് പോകേണ്ടത് ഖദീജ ബീവിയുടെ സ്വർഗത്തിലെ ഭവനത്തിന്റെ താഴ്വാരത്താണോ, അതല്ല സ്ക്രീനിൽ മിന്നിമറയുന്ന ഏതോ താരത്തിന്റെ ചാരത്താണോ നിനക്ക് പോകേണ്ടത്? ഇത് തീരുമാനിക്കാനുള്ള മാസമാണ്. പുണ്യം പെയ്തിറങ്ങുന്ന റമദാനിന്റെ പാതിരാവിലിരുന്ന് ലോകാധികാരിയോട് സ്വർഗം ചോദിക്കേണ്ട രാത്രികളാണ്. ഇവിടുന്ന് തീരുമാനിക്കണം, എനിക്ക് വേണ്ടത് ആരുടെ സാന്നിധ്യമാണ്. ഹിയ ജന്നത്തുൻ ത്വാബതു വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. ഹിയ ജന്നത്തുൻ, അത് സ്വർഗമാണ്. ത്വാബത്ത്, അത് ശോഭനമാണ്. വത്വാബ നഈമുഹാ, അതിലെ അനുഗ്രഹങ്ങളെല്ലാം ശോഭനമാണ്, സുമോഹനമാണ്. ഹിയ ജന്നത്തുൻ ത്വാബത് വത്വാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. ഇവിടത്തതെല്ലാം നാളെ നശിച്ചു പോകും. അള്ളാഹുവിന്റെ വീട്ടിൽ അതൊന്നും നശിക്കാനില്ല മോളെ. അതുകൊണ്ട് വേണ്ടത് അള്ളാഹുവിന്റെ സ്വർഗമാണോ, ലോകത്തെ സ്വർഗമാണോ? നിന്റെ മാതൃകയാരാണ്? മദീനയിലെ രാജാവിന്റെ പുണ്യവതിയായ പ്രിയപ്പെട്ട പത്നിയാണോ? അതെല്ലാം നിന്റെ മുമ്പിൽ വീട്ടിലെ പെട്ടിയിൽ തെളിഞ്ഞ സീരിയലിലെ അർദ്ധനഗ്നയായ പെണ്ണാണോ? നിന്റെ മാതൃകയാരാണ് മോളെ? വാപ്പാ, നിങ്ങൾക്കൊന്ന് തെറ്റിപ്പോയി. നിങ്ങളുടെ മകളുടെ കൽബിന്റെ ഉള്ളിൽ ഉണ്ടാക്കി കൊടുത്ത ഛായാചിത്രങ്ങൾ ആധുനിക ലോകത്തെ കേവലം ആക്ടേഴ്സുകൾ മാത്രമായി പോയപ്പോ നിങ്ങളുടെ മകൾക്ക് സങ്കല്പിക്കാൻ ചില നടികളെ ഉള്ളൂ. മായ്ച്ചു കളയണം. ആ നടികളും ജാടകളും അഭിനയങ്ങളും മായ്ച്ചു കളഞ്ഞിട്ട് പച്ചയായ ജീവിത യാഥാർത്ഥ്യത്തിന്റെ മഹനീയ ചിത്രങ്ങളെ കാണിച്ചു തന്ന മദീനയിലെ രാജാവിന്റെ അരമനയിലെ രാജാത്യകളെ സ്ഥാപിച്ചു കൊടുക്കണം. അതിനാണ് ഈ ഖദീജത്തുൽ കുബ്ര വിഷയീഭവിച്ചത്. നമ്മുടെ മക്കളുടെ മനസ്സിൽ ഖദീജ ബീവി നിറഞ്ഞു നിൽക്കണം. ഫാത്തിമത്തു സഹ്റാ ഉയർന്നു നിൽക്കണം. ആയിഷത്തു തുഹ്റായുടെ ശുദ്ധി വളരണം. നഫീസത്തുൽ മിസ്രിയയുടെ ധ്യാനം വരണം. ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയയുടെ ആത്മജീവിതം വരണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത വഴികളിൽ നിന്നുള്ള ശോഭന ചിത്രങ്ങളെ ഹൃദയത്തിൽ തെളിയിക്കാൻ അവസരം കൊടുക്കണം. അപ്പോഴവര് സ്വകാര്യതയിലിരിക്കുമ്പോ മനസ്സിൽ നിന്ന് വരുന്ന ചിത്രം ഹബീബിന്റെ ജീവിത വഴിയായിരിക്കും. വരട്ടെ, ഒരു ശുദ്ധീകരണത്തിന്റെ കാലം, അതാണ് റമദാൻ. കരിച്ചുകളയുന്ന മാസം, പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന മാസം, അരുതായ്മകളെ ശുദ്ധീകരിക്കുന്ന മാസം, മനുഷ്യ മനസ്സുകളെ ഇവിടെ അടയാളപ്പെടുത്തേണ്ട ശുദ്ധവതികൾ വരട്ടെ. അതിന്റെ മുന്നണിയിൽ നിൽക്കുന്ന മഹദിയാണ് ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. രക്ഷിതാക്കളെ, വീട്ടിൽ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മുടെ ഉമ്മമാരുടെ ചരിത്രം. ഉമ്മ പെങ്ങന്മാരെ, വീട്ടിൽ വെച്ച് പെൺമക്കളെ പഠിപ്പിക്കേണ്ടത് ആ വഴിയിലാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത് സ്വർഗത്തിലേക്ക് പോയ മഹദികളുടെ ജീവിതം പകർത്താനാണ്. എന്നാലല്ലേ സ്വർഗത്തിലെത്തൂ. സ്വർഗത്തിൽ പോകണമെന്ന ആശയും നരകത്തിൽ പോകുന്നവരുടെ പിന്നിലുള്ള സഞ്ചാരവും ഗുണം ചെയ്യില്ല. അതുകൊണ്ട് വരണം ഹബീബിന്റെ വഴിയിലേക്ക്. മദീനയുടെ മന്ദമാരുതൻ അടിച്ചു വീശുന്ന ഹൃദയങ്ങളായി മാറാൻ അവസാനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു നോക്ക് കണ്ടു മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ.